യൂദയുടെ ലേഖനം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ധ്യാന ചിന്തയിലൂടെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടമാക്കിയ അനുഭവം ആണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. 5, 6, 7 വാക്യങ്ങളിൽ നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഓർത്തോണം, രക്ഷ പ്രാപിച്ച അവസരം ലഭിച്ചിട്ട്, നമ്മൾക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട്, അതിനെ മിസ്രയീമിൽ നിന്ന് വീണ്ടെടുത്ത്, അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് അനുഗ്രഹങ്ങൾ എല്ലാം തന്നിട്ട് അത് നശിപ്പിക്കുന്നവരെ നശിപ്പിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 6-ാം വാക്യത്തിൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൂതന്മാർക്ക് പറ്റിയ അവസ്ഥ ഇത്. അവിടുന്ന് വിടുവിച്ചവർ ഈ ദൂതന്മാരാണ് വീണുപോയ ദൂതന്മാർ പിശാചികളായി മാറിയത്. പിശാചികളെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാചികളെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഈ ദൂതന്മാരെ ലോകത്തിൻ്റെ നരകത്തിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുക. 7-ാം വാക്യത്തിൽ അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായ ദുർനടപ്പ് ആചരിച്ച് അന്യജനം മോഹിച്ചു നടന്നതിനാൽ നിത്യാജ്ഞയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ദൈവമില്ലാത്ത ദേശം നശിച്ച് പോകും. ദൈവവിളിയില്ലാത്ത ദേശവും നശിച്ചു പോകും. കൃത്യമായി യൂദയുടെ ഈ 25 വാക്യങ്ങളിലൂടെ വളരെ കൃത്യമായി വേദപുസ്തകം ഉടനീളം ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പേടിപ്പിക്കാനല്ല ഇത് പറയുന്നത്. ഞാനും നിങ്ങളും നമ്മളുടെ ഈ ലോക ജീവിതത്തിലുള്ള അഹങ്കാരവും ഉന്നതഭാവവും നികളവും ഒക്കെ കളഞ്ഞ് ഈ നോമ്പിലൂടെ നമ്മൾക്ക് കനാൻ പ്രവേശനത്തിന് വേണ്ടിയുള്ള ആവേശത്തിൽ കർത്താവിൻ്റെ 2ാമത്തെ മഹത്വ പ്രത്യക്ഷതയിൽ നമ്മൾ എടുക്കപ്പെടുവാൻ ഈ ഭൂമിയിൽ തന്നെ നമ്മളായിരിക്കുമ്പോൾ വീണുപോയ ദൂതന്മാരുടെയും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നാശവും, ഒരു ദേശത്തിൻ്റെ നാശം, നമ്മൾ താമസിക്കുന്ന ഗ്രാമമായാലും പട്ടണമായാലും പഞ്ചായത്തായാലും ഡിസ്ട്രിക്റ്റ് ആയാലും സ്റ്റേറ്റ് ആയാലും രാജ്യമായാലും ഒരു രാജ്യത്തിന് തന്നെ അനുഗ്രഹമായിരിക്കണം. അപ്പോൾ ആ രാജ്യത്തിന് അനുഗ്രഹമായി തീരുവാൻ നമ്മൾക്ക് സാധിക്കണം. മറ്റ് രാജ്യത്തു നിന്ന് വന്ന മദർ തെരേസയാണ് ഭാരതത്തെ ഒരു നവീകരിക്കുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് രാജ്യത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിജീവിതങ്ങൾ അനുഗ്രഹമാണെങ്കിൽ ആ ദേശം അനുഗ്രഹമായിരിക്കും. ദേശം അനുഗ്രഹമാണെങ്കിൽ രാജ്യം അനുഗ്രഹമായിരിക്കും. അതിനായി ഈ നോമ്പ ധ്യാനത്തിലൂടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യത്തിൻ്റെ നിറവിൽ നിറച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് അങ്ങയുടെ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാശയോഗ്യരായി തീരാതെ, ദേശത്തിന് നാശയോഗ്യരായി തീരാതെ, കർത്താവെ ദൂതന്മാർക്ക് സംഭവിച്ച പോലെ സംഭവിക്കാതെ, കർത്താവെ ദേശം നാശമായി തീരാതെ ഞങ്ങൾക്ക് അസ്വർഗീയ പ്രവേശനം ലഭിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. ഈ വാചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ നോമ്പിൻ്റെ ഈ കഷ്ടാനുഭവ ആഴ്ചയുടെ ഈ ദിനം അനുഗ്രഹത്തിൻ്റെ ദിനമാക്കിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.